മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ ദൈവം തന്റെ പുത്രനെ ഒരു പരിഹാരമാക്കി മാറ്റി. നിങ്ങളൊരു പ്രശ്നമായി മാറല്ല. നിങ്ങളൊരു പ്രശ്നമായി, നിങ്ങൾ ആർക്കും ഒരു പ്രശ്നമായി മാറല്ല. നിങ്ങൾ ആർക്കും ഒരു തലവേദനയായി മാറല്ല. നിങ്ങൾ അനേക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി മാറണം. അനേക പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആകണം. നിങ്ങൾ വിടവുകളെ അടയ്ക്കുന്നവരാകണം. നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളൊരു ചരിത്രമാകണമെങ്കിൽ, ഞാനൊരു ചരിത്രമാകണമെന്ന് ചിന്തിച്ച് ജീവിച്ച് പ്രവർത്തിക്കാതെ, എൻ്റെ മഹത്വം ഞാൻ അന്വേഷിക്കാതെ, ദൈവസന്നിധിയിൽ ഇരിക്കാനും കരയാനും പ്രാർത്ഥിക്കാനും വിഭാഗ്യതകൾ കൂടാതെ കിങ്ഡം ഓഫ് ഗോഡ്, കർത്താവിൻ്റെ രാജ്യം വലുതാകണം എന്ന ഒറ്റ ആഗ്രഹത്തോടെ അതിന് സപ്പോർട്ടീവായി ദർശനം ഏറ്റെടുത്ത് ഇരിക്കാൻ, കരയാൻ, പ്രാർത്ഥിക്കാൻ, ഒന്നിച്ചു പ്രവർത്തിക്കാൻ, ചുമല് കൊടുക്കാൻ, കട്ട കെട്ടാൻ, കൂടെ നിൽക്കാൻ ഒക്കെ നിങ്ങൾ തയ്യാറായാൽ, കർത്താവിൻ്റെ മഹത്വം മാത്രം നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായി മാറിയാൽ ദൈവം നിങ്ങളെ ഒരു സൊല്യൂഷനാക്കും. ഇസ്രായേൽ ജനതയുമായോ ആ രാജ്യവുമായോ അധികം ബന്ധമില്ലാത്ത നഹമായ ആ രാജ്യത്തിന് വേണ്ടി കരഞ്ഞത്, ഉപവസിച്ചത്, ആ വർത്തമാനം ചോദിച്ച് കേട്ടറിഞ്ഞ് പ്രാർത്ഥിച്ചത് തൻ്റെ ആത്മഭാര നിമിത്തമാണ്. ആത്മഭാരം അവൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തതാണ്. അതിലെല്ലാം ഉപരിയായിട്ട് യഹൂദന്മാർ പലരും പണിയേണ്ട മതില്, യഹൂദന്മാർ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാൻ ശൂഷൻ രാജസന്നദ്ധിയിൽ നിന്ന്, പേർഷ്യൻ രാജ്യത്ത് നിന്ന് ഒരു നെഹമ്യാവിന് ആത്മഭാരം കൊടുത്ത് ദൈവം ജെറുസലേമിലേക്ക് കൊണ്ടുവന്നതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ദൈവം. കുറേ നാൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണ്. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജോലിക്ക് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി നിങ്ങൾ കുറേ നാൾ പ്രാർത്ഥിക്കുന്ന ആളാണോ? മടുത്തു പോകല്ലേ. കുറേ നാളായി പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം ഒരു സൊല്യൂഷനാക്കി മാറ്റി, പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാക്കി മാറ്റി. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ഇവർക്ക് ലഭിക്കുവാനിടയാകും. വളരെ ആത്മഭാരത്തോടെ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിനായി, ലോകത്തിലെ രാജ്യങ്ങൾക്ക് സ്വന്തമായത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് അത്ഭുതകരമായ മറുപടി കൊടുക്കുകയും, നീ ഏത് പട്ടണത്തിന് വേണ്ടിയാണോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ ഏത് രാജ്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഏത് ദേശത്തിന് വേണ്ടിയാണ് ഇടവിൽ നിൽക്കുന്നത്, നിന്നെ ആ പട്ടണത്തിന്റെ, രാജ്യത്തിന്റെ, ദേശത്തിന്റെ ഒരു സൊല്യൂഷനാക്കി കർത്താവ്